മുൻ എം.എൽ.എ പി കെ ശശി പാർട്ടി വിട്ടത് തിരിച്ചടിയാകില്ലെന്ന വിലയിരുത്തലിൽ CPIM. മണ്ണാർക്കാട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പി കെ ശശി അനുകൂലികൾ മത്സരിച്ചപ്പോൾ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. നിലവിൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ പി കെ ശശി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDF പിന്തുണയോടെ മത്സരിച്ചാൽ ഒരിളക്കവും ഉണ്ടാവില്ലെന്നും CPIM വിലയിരുത്തുന്നു. മുൻകാലങ്ങളിൽ ശശിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു UDF. നിലവിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി കെ ശശി വന്നാൽ KPCC നിലപാടിനൊപ്പം നിൽക്കാനാണ് പാലക്കാട് കോൺഗ്രസിന്റെ തീരുമാനം. സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സച്ചിൻ, രണ്ട് കാര്യങ്ങളാണ് ഇതിൽ സംഭവിക്കുക. ഒന്ന്, ഈ പി കെ ശശി വരുമ്പോൾ കോൺഗ്രസിനുള്ളിൽ അത് എന്തെങ്കിലും തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുമോ ഒറ്റപ്പാലം പോലൊരു മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ എന്നുള്ളത് ഒരു കാര്യം. അപ്പുറത്ത് CPIM എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്ന്. ഇപ്പോൾ പി കെ ശശി വളരെ രൂക്ഷമായ ഭാഷയിൽ കഴിഞ്ഞ ദിവസം അവിടെ പ്രസംഗിക്കുകയും ചെയ്തു CPIM-നെതിരെ, അതിൻ്റെ അവിടുത്തെ ജില്ലയിലെ നേതാക്കൾക്കെതിരെ, DYFI-ക്കെതിരെയൊക്കെ. അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ DYFI-യുടെയും അതുമാത്രമല്ല അവിടുത്തെ ഇപ്പോൾ ജയദേവനെ പോലെയൊക്കെയുള്ള പഴയ സജീവ പ്രവർത്തകരുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വീണ്ടും ചുമതലകളിലേക്കൊക്കെ കടന്നു വരുന്ന അവരെ പോലുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നുമൊക്കെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ ഇരുപക്ഷവും ഈ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നത്? ഹർഷൻ, ഒറ്റപ്പാലം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ കുത്തക മണ്ഡലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മണ്ഡലമാണ്. കാരണം മണ്ഡലം രൂപീകൃതമായത് മുതൽ തന്നെ CPM-ഉം അതേപോലെ തന്നെ LDF-ന്റെ സ്ഥാനാർത്ഥികൾ മാത്രമാണ് മണ്ഡലത്തിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നത്. അതിനാൽ തന്നെയാണ് പി കെ ശശി എന്ന വ്യക്തി പാർട്ടി വിട്ട് മറ്റൊരു സ്വതന്ത്ര സംഘടന രൂപീകരിച്ച് UDF-ന്റെ പിന്തുണയോടുകൂടെ മത്സരിച്ചാൽ പോലും യാതൊരു പ്രകടനവും ഒറ്റപ്പാലം മണ്ഡലത്തിൽ കാഴ്ചവെക്കാൻ സാധിക്കില്ല എന്ന ഒരു വിലയിരുത്തലിൽ തന്നെയാണ് CPM ജില്ലാ നേതൃത്വവും അതേപോലെ തന്നെ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഉള്ളത്. പ്രധാനമായും പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിലെ LDF-ന്റെ ശക്തമായ മണ്ഡലം എന്ന് ഒറ്റപ്പാലത്തെ വിശേഷിപ്പിക്കാം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പാലക്കാട് മറ്റ് മേഖലകളിലെല്ലാം ചെറിയ രീതിയിലുള്ള കോട്ടം LDF-ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒറ്റപ്പാലം മണ്ഡലം ഉൾപ്പെടുന്ന ഒറ്റപ്പാലം നഗരസഭ അതേപോലെ തന്നെ സമീപത്തെ അമ്പലപ്പാറ തുടങ്ങിയ ശ്രീകൃഷ്ണപുരം തുടങ്ങിയ പഞ്ചായത്തുകളിലെല്ലാം വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് LDF-ന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാനാർത്ഥികളെല്ലാം വിജയിച്ചു വന്നിട്ടുള്ളത്. അതിനാൽ തന്നെ പാലക്കാട് ഒറ്റപ്പാലം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഭീഷണിയും പി കെ ശശി പോയാലോ അല്ലെങ്കിൽ പി കെ ശശി UDF പിന്തുണയോടുകൂടെ പാലക്കാട് ഒറ്റപ്പാലം മണ്ഡലത്തിൽ മത്സരിച്ചാലും ഒരു കോട്ടവും തട്ടില്ല എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് CPM-നും അതേപോലെ തന്നെ LDF-ന്റെ നേതാക്കൾക്കെല്ലാം ഉള്ളത്. പ്രധാനമായും UDF-ന്റെ പിന്തുണയോടുകൂടെ പി കെ ശശി ഒറ്റപ്പാലത്ത് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ ഒരു സൂചന പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട് DCCയെ സംബന്ധിച്ചിടത്തോളം KPCC എന്ത് നിലപാട് സ്വീകരിക്കുന്നോ ആ നിലപാടിനൊപ്പം നിൽക്കുമെന്ന കാര്യമാണ് DCC നേതൃത്വങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഒരു അഭ്യൂഹം പരന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള UDF-നകത്ത് ഒരു പൊട്ടിത്തെറി ഒറ്റപ്പാലം മണ്ഡലത്തിലെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2 തവണ പി ഹരിഗോവിന്ദൻ മാസ്റ്റർ എന്ന KPCC ജനറൽ സെക്രട്ടറി വലിയ രീതിയിലുള്ള സജീവമായി മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളെ ഒറ്റപ്പാലത്ത് പരിഗണിക്കണമെന്ന ആവശ്യം കാലാകാലങ്ങളായി ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ പി സരിനായിരുന്നു ഒറ്റപ്പാലത്ത് മത്സരിച്ചത്. ആ സമയത്ത് പോലും സജീവമായി മണ്ഡലത്തിലെ നേതാക്കളെല്ലാം ഉയർത്തിക്കാട്ടിയത് പി ഹരിഗോവിന്ദൻ മാസ്റ്ററെ അവിടെ മത്സരിപ്പിക്കണം UDF സ്ഥാനാർത്ഥിയായി എന്ന ആവശ്യമായിരുന്നു. എന്നാൽ പോലും KPCC നേതൃത്വം ഇടപെട്ടാണ് പി സരിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതും. പിന്നീട് പി സരിൻ പരാജയപ്പെടുന്നു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ LDF പാളയത്തിലേക്ക് പി സരിൻ ചേക്കേറുന്ന സ്ഥിതിയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷയില്ലാത്ത മണ്ഡലമാണ്. എന്നാൽ പോലും പി ശശിയുടെ വ്യക്തിബന്ധങ്ങൾ, മണ്ഡലത്തിലെ സ്വാധീനം തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ട് UDF-ന് മണ്ഡലം പിടിക്കാമെന്ന ഒരു കണക്കുകൂട്ടൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെല്ലാം തന്നെയുണ്ട്. അതേസമയം BJP വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം ഒറ്റപ്പാലം മണ്ഡലത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. കാരണം ഒറ്റപ്പാലം നഗരസഭയിൽ അടക്കം 12 സീറ്റ് നേടി BJP-യാണ് പ്രതിപക്ഷത്തുള്ളത്. UDF-നെ സംബന്ധിച്ചിടത്തോളം 7 സീറ്റ് മാത്രമാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റിനേക്കാൾ കുറവ് സീറ്റാണ് UDF-ന് ഉണ്ടായിട്ടുള്ളത്. സമീപ പഞ്ചായത്തുകളിലും വലിയ രീതിയിലുള്ള തിരിച്ചടി ഒറ്റപ്പാലം മണ്ഡലത്തിൽ UDF-ന് ഉണ്ടായിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഈ പി കെ ശശി UDF പാളയത്തിലെത്തി UDF സ്വതന്ത്രനായി ഒറ്റപ്പാലം മണ്ഡലത്തിൽ മത്സരിച്ചാലും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല എന്നൊരു കണക്കുകൂട്ടൽ തന്നെയാണ് ഇടതുപക്ഷമുള്ളത്. എന്നാൽ ഇല്ലാ
ഇല്ലാതാക്കുന്ന വ്യക്തിയാണ് ശശി എന്നാണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ചെന്താമരാക്ഷൻ എന്ന് പറഞ്ഞത്. ഒപ്പം വീരനെ വിശുദ്ധനാക്കാൻ UDF ശ്രമിക്കുന്നു എന്ന് കൃഷ്ണപുരം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ ശക്തമായ ഭാഷയിൽ തന്നെ പഴയ ചരിത്രമെടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ റിയാസുദ്ദീൻ DYFI നേതാവ് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് KP ശശിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഓരോ ഏതർത്ഥത്തിലും ഏതറ്റം വരെയും ശശിയെ പ്രതിരോധിക്കാനുള്ള ഒരു നിലപാടിലേക്ക് അവിടുത്തെ CPIM വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ, ശശി നേരിട്ട് വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ DYFIയും തയ്യാറായിട്ടുണ്ട് എന്നാണോ? ഹർഷൻ, ഇന്നലെ PK ശശിയുടെ പ്രസംഗം കേരളം മുഴുവൻ കേട്ടതാണ്. അതിൽ കൃത്യമായ രീതിയിൽ PK ശശി വ്യക്തിപരമായ രീതിയിലുള്ള ഒരു അധിക്ഷേപമാണ് ആ പ്രസംഗം മുഴുവൻ ആയിട്ടും നടത്തിയിട്ടുള്ളത്. കാരണം CPMൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ EN സുരേഷ് ബാബുവിനെ വലിയ രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങളോടെ അധിക്ഷേപിക്കുന്നു. തുടർന്നാണ് CPMൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ഓരോ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ചില ആളുകളുടെ കൃത്യമായ സൂചനകൾ നൽകിക്കൊണ്ടുള്ള പരാമർശങ്ങൾ നൽകുന്നു. കൂടാതെ തന്നെ DYFIയുടെ ജില്ലാ സെക്രട്ടറി, അതേപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള PM ആർഷ തുടങ്ങിയവരുടെ ഒക്കെ പേരുകൾ പരാമർശിക്കാതെ പോലും വലിയ രീതിയിലുള്ള വ്യക്തിപരമായ അധിക്ഷേപം PK ശശി നടത്തിയിട്ടുണ്ട്. അതിനെല്ലാം ഒറ്റക്കെട്ടായ രീതിയിൽ CPM എതിർക്കുന്നു എന്ന് തന്നെയാണ് ഈ നേതാക്കളുടെ എല്ലാം പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നേരത്തെ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് വി ചെന്താമരാക്ഷൻ, മുൻ MLA കൂടിയാണ്. അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുന്നത്. കാരണം PK ശശിക്കൊപ്പം നിൽക്കാത്തവരെയെല്ലാം വലിയ രീതിയിലുള്ള അതിക്രമങ്ങളും അപവാദ പ്രചരണങ്ങളും നടത്തി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് PK ശശി കാലാകാലങ്ങളായി ശ്രമിച്ചത്. അതിൻ്റെ അനുഭവങ്ങൾ അടക്കം വിവരിച്ചുകൊണ്ട് തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. കൂടാതെ തന്നെ CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള K ജയദേവൻ വലിയ വിശദമായ ഒരു കുറിപ്പ് ഓരോ കാര്യങ്ങളും, അതായത് PK ശശിയുടെ പീഡന വിവരങ്ങളുമായി ബന്ധപ്പെട്ടതും അതേപോലെ തന്നെ PK ശശിയുടെ പാർട്ടി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ കുറിപ്പ് തന്നെയാണ് K ജയദേവനും ഇട്ടിട്ടുള്ളത്. കൂടാതെ KC റിയാസുദ്ദീൻ വലിയ രീതിയിലുള്ള ഇന്നലെ DYFIക്കെതിരെയുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെ തന്നെ DYFIയുടെ ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ പുരക്ക് മീതെ മരം ചാഞ്ഞാൽ ആ മരം വെട്ടിമാറ്റുമെന്ന് ഇന്നലെ തന്നെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീനും തങ്ങളുടെ ചൂടും PK ശശി അറിയുമെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. എന്തായാലും CPMനെതിരെ വന്ന PK ശശിക്കെതിരെ CPMൻ്റെ പാലക്കാട് ജില്ലയിലെ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി എതിർക്കുന്നു. ആ അത്തരത്തിലുള്ള പ്രതികരണമാണ് നൽകിയത്, വിശദമായ റിപ്പോർട്ട് നൽകിയത്.